സ്പർശിക്കുവാനുമുള്ളതയാ ഭാഗ്യം തന്നെയാണ്. അമ്മയെ കണ്ട പരമാർത്ഥം നിങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. അമ്മക്കും ക്ഷേമം തന്നെയാണ്. വിട്ടുപിരിയാൻ അല്പം സങ്കടം എങ്കിലും വരും കാലങ്ങളാവണം അല്ലെ നമ്മളൊന്ന് കൂടിക്കാണുവാൻ അല്ലെ. അതുവരയ്ക്കും ഈ ഇമ്പമായിട്ടുള്ളതാ സുന്ദര മുഖത്തോടു കൂടെ തന്നെ അമ്മ മറക്കൊണ്ട് നിൽക്കണം. അങ്ങനല്ലേ വേണ്ടത് അല്ലെ. അന്ന് കാലമാവുന്ന കാകനും പരുതിനും ഇടം കൊടുക്കാണ്ട് തക്കവണ്ണം കുടിക്കും കഞ്ഞിക്കും വിഘ്നം വരുത്താണ്ട് തക്കവണ്ണം അന്നേ ഭൂതേശ്വരായിരിക്കുന്ന മാതാവ് നിങ്ങളെ വിട്ട് പിരിയുന്നു അല്ലെ. പിരിയുന്നത് മാത്രമെങ്കിൽ അന്ന് കർമ്മങ്ങളെല്ലാം നല്ലപടി തന്നെ ചെയ്തു അല്ലെ. കർമ്മത്തിൽ വ്യാകൃതനാകുന്ന നേരത്തെങ്കിൽ അമ്മയുടെ ആ ശ്രീപാദത്തെങ്കിൽ വെച്ച് തന്നെ കർമ്മങ്ങളെല്ലാം ചെയ്യണം അല്ലെ. അപ്പോൾ അല്ലെ വീരത്തിന് വീരലക്ഷ്മിയായിട്ടും കണ്ടത്തെങ്കിൽ ഒരു മാലീയമായിട്ടും അന്ന് ശിരസിംഗൽ നല്ലൊരു ശിരോഭൂഷണമായിട്ടും അന്ന് സൃഷ്ടിഭാഷാദികളെ നിഗ്രഹിച്ചിരിക്കുന്ന കാമധേനുവായിട്ടും സ്ഥാപിച്ചതിനെ ദാനം ചെയ്തിരിക്കുന്നതായ കൽപ്പവൃക്ഷമായിട്ടും അങ്ങനെ അല്ലെ അനാദൃശ്യ പ്രഭാവ സമ്പൂർണയായിരിക്കുന്ന മാതാവിന് അല്ലെ. മാതാവിൻ മുൻപട്ടം കുലീനതയോടും കൂടി വന്നിരിക്കുന്ന പ്രാകൃത ഭക്തന്മാർ ഒരുപോലെ തുതിക്കുന്നതേ മാതാവിനെ അല്ലെ. വരുംകാലം ആവണം അല്ലെ. എങ്കിലും ഇന്നേതിന് ആധാരമായിട്ട്